കഴിക്കും മക്കളെ. നിങ്ങളുടെ അച്ഛനും അമ്മയും ഒരുപാട് പുണ്യം ചെയ്തവരായിരിക്കും. പക്ഷേ നിങ്ങൾക്കെങ്ങനെയാ ഈ ഗതി വന്നത്? ദൈവവിധിയല്ലേ അമ്മേ, വേറെന്ത് പറയാനാ? ഞങ്ങൾ എങ്ങനെയെങ്കിലും ജീവിക്കുന്നത് അമ്മയുടെ സ്ഥാനത്ത് നിങ്ങളുള്ളത് കൊണ്ടാ. നിങ്ങളുടെ വിശ്വാസം പോലെ ഞാൻ അമ്മയായി തന്നെ ഇരുന്നോളാം. അത് തന്നെയാണ് അമ്മ ഞങ്ങളുടെ ആഗ്രഹം. ഈ അനാഥർക്ക് ഇന്നും ആശ്രയം തരണം അമ്മേ. എന്താ അജിത്തെ, വീട് നോക്കിയോ? ഒന്നും പറയണ്ട, ഒരു വീട് ശരിയായിട്ടുണ്ടമ്മേ. എന്നാ അഡ്വാൻസിന്റെ കാര്യമാ. നോക്കി, ഇവർക്ക് വീട് ശരിയായിട്ടുണ്ടെങ്കിൽ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് അഡ്വാൻസ് കൊടുക്കാൻ ഞാൻ തയ്യാറാ. എങ്ങനെയമ്മേ? ഇവര് രണ്ടുപേരും എന്റെ വയറ്റി പറക്കാത്ത കുഞ്ഞുങ്ങളാ. ഇവർക്ക് വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. നീ വേഗം ചെന്ന് ആ വീടൊന്ന് ഉറപ്പിക്ക്. വലിയ മനസ്സാമേ നിങ്ങൾക്ക്. ഈ കുട്ടികൾക്ക് എന്ത് സഹായം വേണമെങ്കിലും നീ ചെയ്തു കൊടുക്കണം. അതിന്റെ പുണ്യം തീർച്ചയായിട്ടും നിനക്ക് കിട്ടും. ഞാൻ വരട്ടെ അമ്മേ. സുനിതേ, നീ എന്താ വല്ലാതിരിക്കുന്നേ? ഒന്നുമില്ല ചേച്ചി. ഇനിയും 2 ദിവസത്തിനുള്ളിൽ കോളേജിൽ പണം അടച്ചില്ലെങ്കിൽ എനിക്ക് ചേരാൻ കഴിയില്ല. എനിക്ക് ജോലി കിട്ടിയതല്ലേ ഉള്ളൂ, അതാ പണം ഇതുവരെ കിട്ടാഞ്ഞത്. കോളേജിൽ ഞാൻ കാശ് അടച്ചോളാം. നീ എന്തിനാ വിഷമിക്കുന്നേ? നീ അകത്ത് പോയി വല്ല ജോലി ഉണ്ടോ നോക്ക്. ഇതാ ഒരാഴ്ചത്തേക്കുള്ള മലക്കറികളാ. നിങ്ങൾ ചെയ്യുന്ന ഓരോ സഹായവും ഞങ്ങൾക്ക് മറക്കാൻ പറ്റില്ല. താങ്ക്സ് എ ലോട്ട്. അയ്യേ, താങ്ക്സ് എന്തിനാ? ഇതൊക്കെ ഒരു സഹായം കരുതിക്കോളൂ. ജോലിക്ക് എപ്പോഴാ പോണ്ടത്? വൈകിട്ട് 5 ആകുമ്പത്തേക്കും പോണം. ജോലിയൊക്കെ എങ്ങനെയുണ്ട്? അജിത്തിന് ഒരു ദിവസം എത്ര കിട്ടും? ചില ദിവസം കണ്ടമാനം കിട്ടും, ചില ദിവസം ഒന്നും കിട്ടൂല. ഒന്നും കിട്ടുമെന്നാണ് പറയുന്നത്? ഒന്നും കിട്ടില്ലെന്ന് വെച്ചാ ഇപ്പൊ പണ്ടത്തെ പോലെ ഓട്ടോ ഒന്നുമില്ല. അപ്പൊ പണത്തിന് നിങ്ങൾ എന്ത് ചെയ്യും? അത് പിന്നെ എന്ത് ചെയ്യാന്? ചുമ്മാ ഇരിക്കാൻ പറ്റുമോ? കിട്ടാൻ നിർത്തല നിരത്തി കടം വാങ്ങും. അധ്വാനത്തിനൊത്ത പ്രതിഫലം കിട്ടണ്ടേ? കിട്ടുന്ന വെച്ച് കഴിഞ്ഞു കൂടുന്നു, അത്ര തന്നെ. ഞങ്ങളൊരു നല്ല സ്ഥിതിയിലെത്തിയാ നിങ്ങൾക്ക് വേണ്ടതെല്ലാം ചെയ്തു തരാം, വിഷമിക്കണ്ട. നിങ്ങൾ പറഞ്ഞത് തന്നെ ധാരാളം. അത് ചെയ്തതുപോലെ ഞങ്ങൾ വിചാരിച്ചോളാം. വരട്ടെ. ഓക്കെ. നന്നായി പഠിക്കണം മോളെ. അവിടുത്തെ അനുഗ്രഹം ദൈവം രക്ഷിച്ചോളൂ. സുനിധിയെ ഇന്ന് കോളേജിൽ ചേർക്കാൻ പോവാമേ. വരട്ടെ. ശരി, വരട്ടെ അമ്മേ. മിനി, നിന്റെ അമ്മയുടെ വിദ്യാഭ്യാസത്തിനായി ഒരുപാട് കഷ്ടപ്പെട്ടു. സുനിതയുടെ ആവശ്യങ്ങൾക്ക് അതില്ലായിരുന്നു. ഹോസ്റ്റൽ ഫീസ്, വസ്ത്രം, ഭക്ഷണം എല്ലാത്തിനും നല്ലൊരു തുക തന്നെ വേണ്ടി വന്നു. സാഹചര്യം അവളെ തെറ്റായ മാർഗത്തിലൂടെ കൊണ്ടുപോയി. ഇതൊന്നും അന്ന് എനിക്ക് അറിയില്ലായിരുന്നു. മാഡം, പോസ്റ്റ്. പ്രിയപ്പെട്ട ചേച്ചിക്ക് എനിക്ക് സുഖാണ്, അതുപോലെ ചേച്ചിക്ക് സുഖമെന്ന് വിശ്വസിക്കുന്നു. എക്സാം ഫീസ് അയച്ചതുകൊണ്ട് എനിക്ക് പരീക്ഷ എഴുതാൻ കഴിഞ്ഞു. ഇപ്പൊ ഹോസ്റ്റൽ ഫീസ് അടയ്ക്കാൻ നേരായി. എനിക്ക് 15,000 രൂപ ഉടനെ അയച്ചേരണമെന്ന് അപേക്ഷിക്കുന്നു. ഈ മനുഷ്യൻ പണം എവിടെ കൊണ്ട് വെച്ചിരിക്കുന്നു ആവോ? ഒരിക്കലും കാണില്ല. ഡയറിയിലും തപ്പി നോക്കാം. എന്താ മോളെ? അങ്കിൾ, ക്രിസ്തുമസ് കൊണ്ടാടാൻ പണം ഇല്ലെന്ന് പറഞ്ഞില്ലേ?
ഇപ്പൊ ക്രിസ്മസ് കൊണ്ടാടാൻ 1000 രൂപ കിട്ടിയിട്ടുണ്ട്. പണം എവിടുന്ന കിട്ടിയെന്ന് പറഞ്ഞില്ലല്ലോ. അതല്ല സസ്പെൻസാ. അതൊക്കെ എന്തിനാ അങ്കിൾ അറിയുന്നത്? പാർട്ടി പൊടി പൊടിക്കല്ലേ. നീ ആദ്യം പോയിട്ട് കുറച്ച് ചിക്കൻ, മട്ടൻ, ഫിഷ്, ബീഫ് എല്ലാം വാങ്ങിയതിനു ശേഷം അങ്കിളിന് ഫുൾ ബോട്ടിലും. എന്താ മോളെ ഇത്ര വലിയ പാർട്ടിയൊക്കെ വേണോ? ഇതെന്ത് പാർട്ടിയെങ്കിൽ എന്റെ പണം ഉണ്ടെങ്കിലേ നിങ്ങളെയൊക്കെ 5 സ്റ്റാർ ഹോട്ടലിൽ കൊണ്ടുപോയി വെള്ളത്തിൽ അങ്ങനെ തന്നെ മുക്കിയെടുത്തേനെ. എന്റെ ചേച്ചിക്ക് എത്ര നല്ല മനസ്സാണ്. മതി മോളെ, എനിക്ക് തല വേദനിക്കുന്ന മാതിരി. എന്താ അങ്കിൾ ഇത്? മുൻപിന്നെ അങ്കിൾ നിറയെ കുടിക്കായിരുന്നല്ലോ. ഇപ്പൊ വയസ്സായില്ലേ? അതൊന്നും പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. അങ്കിള് സാവധാനം ഇരുന്ന് കഴിക്കേ. ഞാൻ അടുക്കളയിൽ നിന്ന് പോയിട്ട് വരാം. ഉം. എന്താ അത്? ക്രിസ്മസ് കലക്കുന്നുണ്ടല്ലോ. ആരോടാണാവോ കടം വാങ്ങിയത്? അങ്കിൾ, റോസി എന്തിയെ? അവൾ എവിടെ പോയെന്ന് നീ എന്തിനാടാ അന്വേഷിക്കുന്നത്? അവള് മിടുക്കിയ. നിന്നെ കൊണ്ട് കഴിയാത്തത് അവളെ കൊണ്ട് കഴിയും. ഇവളുടെ അങ്കിൾ വന്നാ പിന്നെ അയാളുടെ കൂടെ ചേർന്ന് ഇവിടെ കുടിക്കാൻ ആരംഭിക്കും. ശരി, നല്ലൊരു ദിവസമായിട്ട് ഒന്നും കണ്ടില്ലെന്ന് നടിക്കാം. റോസി, കുടിക്കേ? അതെ, അങ്കിൾ വന്ന് സന്തോഷം ആഘോഷിക്കാൻ 500 രൂപ ചെലവ് ചെയ്തുള്ളൂ. കുടിച്ചോ. കമോൺ ഡാർലിംഗ്, എത്ര ദിവസമായി നമ്മൾ തമ്മിൽ ഒന്ന് ചേർന്ന് കുടിച്ചിട്ട്. ഇങ്ങനെ നോക്കാതെ ഇതങ്ങ് പിടിക്കുന്നേ. Cheers. ഇനി വേണോ? വേണ്ട, മതി. അയ്യോ അങ്കിൾ, അയാളോട് പോവാൻ പറ. നീങ്ങി വാ.